ഇരുട്ടിലാകും സംസ്ഥാനം. റോജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റോജി, മഴ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമെല്ലാം കഴിഞ്ഞു, എന്നിട്ടും അവസ്ഥ ഇതാണ്. പാതിരാത്രി 12 മണിക്കും അത് വൈകിട്ട് 8 മണി 9 മണിയൊക്കെ സമയത്തൊക്കെ പവർ കട്ടാണ്. ഇങ്ങനെ പോയാൽ വേനൽ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ്. ഇത് അടുത്ത കാലത്തെങ്ങും തീരില്ല എന്ന് മന്ത്രി സണ്ണി ജോസഫും പറയുന്നു. എങ്ങനെ വിലയിരുത്താം നമുക്ക്? തീർച്ചയായും റോവിൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇരുട്ടിലാകും സംസ്ഥാനം എന്നുള്ളത് തന്നെയാണ് പറയാൻ ഉള്ളത്. ഇപ്പോൾ വൈകുന്നേരം 7:15 മുതൽ രാത്രി 12:15 വരെയുള്ള സമയങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി പല സമയങ്ങളിലായിട്ട് ഇപ്പോൾ പവർ കട്ട് രൂക്ഷമായി തുടരുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് ഈ പവർ കട്ട് ഉള്ളത്. അത് അപ്രഖ്യാപിതമായ ഒരു പവർ കട്ട് തന്നെയാണ്. 7:15 മുതൽ തന്നെയാണ് ഈ പവർ കട്ട് ഇപ്പോൾ ആരംഭിക്കുന്നത് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികളിലെ പ്രതിദിന ഉൽപാദനം കുത്തനെ കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. 45 ദശലക്ഷം യൂണിറ്റിൽ നിന്നും അത് 14 മുതൽ 17 ദശലക്ഷം യൂണിറ്റ് വരെയായി കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന് പ്രധാന കാരണം ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ എൽനിനോ പ്രതിഭാസം കാരണം സംസ്ഥാനത്ത് കടുത്ത മഴക്കുറവാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷ താപനില ഉയർന്നു നിൽക്കുന്നതിനാൽ AC-യുടെ ഉപയോഗം വലിയ രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ വൈദ്യുത ഉപഭോഗത്തിൽ 400 മുതൽ 500 മെഗാവാട്ട് വരെ വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു കാര്യമല്ല, രാജ്യവ്യാപകമായി തന്നെ വൈദ്യുതിയുടെ ആവശ്യകത ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണുള്ളത്. ഇതുകൊണ്ട് തന്നെ നാഷണൽ പവർ എക്സ്ചേഞ്ച് വഴി കേരളത്തിൽ ലഭിക്കേണ്ട വിഹിതങ്ങളിൽ പീക്ക് സമയങ്ങളിൽ 600 മുതൽ 900 മെഗാവാട്ട് വരെ കടുത്ത ക്ഷാമം നേരിടുന്ന ഒരു സംഭവത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കൊരു ദീർഘകാല കരാറുകൾ ഒക്കെ ഉണ്ടായിരുന്നു. വൈദ്യുതി വാങ്ങുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ദീർഘകാല കരാർ അടിസ്ഥാനത്തിൽ ചെറിയ വിലയിൽ വൈദ്യുതി വാങ്ങുന്ന കരാറുകൾ നമുക്കുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ എല്ലാം ഹ്രസ്വകാല കരാറുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ വൈദ്യുതി ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അത് മാത്രമല്ല, മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, മുൻപ് നമ്മൾ കുറെ കടമായി വൈദ്യുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 300 മെഗാവാട്ടോളം വൈദ്യുതിയാണ് ഇപ്പോൾ കേന്ദ്ര ഗ്രിഡിലേക്ക് തിരികെ നൽകേണ്ടതായി വരുന്നത്. ആ കടം നമ്മൾ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി കേരള ഗ്രിഡിൽ നിന്നും എടുത്ത ആ കടം വീട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി ലഭിക്കുന്നില്ല എന്നുള്ളതും കൂടി ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, കടുത്ത ക്ഷാമം പരിഹരിക്കുന്നതിന് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി 25 വർഷക്കാലത്തേക്ക് ഒരു ദീർഘകാല കരാറാണ്. ഈ കരാറിൽ വാങ്ങാൻ വേണ്ടി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KICBക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് 2.93 രൂപയാണ് ഇപ്പോൾ നമ്മൾ ഒരു യൂണിറ്റിന് കൊടുക്കേണ്ടി വരിക. എന്നാലും ഒരു ദീർഘകാല കരാർ ആയതുകൊണ്ട് തന്നെ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നു മുതൽ നമുക്ക് ഈ വൈദ്യുതി കിട്ടിത്തുടങ്ങും എന്ന കാര്യത്തിൽ വല്ലാത്തൊരു സംശയം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പല സ്ഥലങ്ങളിലും TV, അതിനോടൊപ്പം AC, അതിനോടൊപ്പം തന്നെ ഫാൻ തുടങ്ങിയ എല്ലാ വൈദ്യുതി ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വൈദ്യുതി മന്ത്രി നേരിട്ട് ഇടപെട്ട് തന്നെ ഈ സമയങ്ങളിൽ വൈദ്യുതി എവിടെയും പോകാതെ ഇരിക്കാനുള്ള നിർദ്ദേശം കർശനമായി പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. MG രാജമാണിക്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിനു വേണ്ടി തീവ്ര ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഈ വൈദ്യുതി പോകാതിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെല്ലാവരും ഫുട്ബോൾ മാച്ചുകളെല്ലാം കാണുന്നതാണ്. 7:15 മുതൽ 12:15 വരെയുള്ള സമയങ്ങളിൽ എപ്പോഴൊക്കെയാണ് അപ്രഖ്യാപിതമായ പവർ കട്ട് ഉണ്ടാവുക എന്നറിയില്ല. കടുത്ത ചൂട് തന്നെയാണ് രാത്രി കാലങ്ങളിൽ ഉള്ളത്. ചൂട് കാരണം മനുഷ്യന് കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ സമയത്താണ് അരമണിക്കൂറോളം വൈദ്യുതി ഇങ്ങനെ നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ശക്തമായ രീതിയിലുള്ള വലിയൊരു പ്രതിസന്ധിയിലൂടെ കൂടെ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. സംസ്ഥാനത്തെ കടുത്ത വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി സണ്ണി ജോസഫ് വൈദ്യുതി മന്ത്രി തന്നെ ഇപ്പോൾ പുതിയ ഒരു കാര്യം കൂടി, ഒരു പദ്ധതി കൂടി വിഭാവനം ചെയ്യുന്നുണ്ട്. അതായത് കാസർഗോഡ് ചീമേനിയിൽ പുതിയൊരു പ്രകൃതിവാതക അധിഷ്ഠിത വൈദ്യുതി നിലയം അടിയന്തരമായി സ്ഥാപിക്കാനുള്ള നടപടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പ്രതിദിനം വൈദ്യുതി ഉപയോഗം റെക്കോർഡുകൾ ഭേദിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പദ്ധതി വിഭാവനം ചെയ്യുകയും അടിയന്തരമായി തന്നെ അതിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദീർഘകാല പരിഹാരമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. അതായത് ഹ്രസ്വകാല പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് അവിടുന്നോ എവിടുന്നോ, അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിനെയും വരും നാളുകൾ എന്ന് പറയുന്ന, നേരത്തെ റോബിൻ സൂചിപ്പിച്ചതുപോലെ, വലിയ വേനൽക്കാലത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ആ വേനൽക്കാലത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ തന്നെ വെള്ളം കുറവാണ്, മൺസൂൺ കുറവാണ്, മഴ കുറവാണ്, ഡാമുകളിലെ വെള്ളമെല്ലാം വളരെ താഴ്ന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈദ്യുതി ആവശ്യത്തിനില്ലെങ്കിൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ എത്രത്തോളം ദുരിതമാകും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ചീമേനിയിലെ വൈദ്യുതി പദ്ധതി നടപ്പിലായെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു കാര്യം തന്നെയാണ് മുന്നോട്ട് വരുന്നത്.
ഈ പ്രതിസന്ധിയെല്ലാം പരിഹരിക്കാൻ വേണ്ടി പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് യൂണിറ്റിന് 10 മുതൽ 12 രൂപ വരെ മുടക്കി. അതായത് 8 രൂപയും 7 രൂപയും ആയിരുന്നത് അത് 10 രൂപയും 12 രൂപയും മുടക്കി ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കരണ്ട് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KSEB ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത് ഈ 10 മുതൽ 12 രൂപ വരെയുള്ള ഒരു യൂണിറ്റിന്, അത് നേരത്തെ നമ്മൾ പറഞ്ഞൊരു 2.93 രൂപയ്ക്ക് നമുക്ക് ഒരു ദീർഘകാല കരാർ ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ നടപ്പിലാക്കാൻ പോകുന്നു. പക്ഷേ ഇപ്പോൾ വാങ്ങുന്നത് 10 മുതൽ 12 രൂപ വരെ നൽകിയാണ് KSEB വൈദ്യുതി വാങ്ങുന്നത്. ഇതിന്റെ ക്ഷീണം ഏറ്റവും കൂടുതൽ പറ്റുന്നത് ഉപഭോക്താക്കൾക്കാണ്. അതായത് ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെയാണെങ്കിൽ നമുക്കറിയാം AC അല്ലെങ്കിൽ ഫാൻ, മറ്റുള്ള അയൺ ബോക്സ് പോലുള്ള എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അടയ്ക്കുന്ന പൈസയുടെ ഇരട്ടി വിലയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിലുള്ള അവരുടെ ബഡ്ജറ്റിന് വലിയൊരു ഇടിവ് സംഭവിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധി ഇപ്പോൾ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്തർ സംസ്ഥാന പ്രസരണ ലൈനുകളുടെ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ KSEB നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിസന്ധി രൂക്ഷമായതിനാൽ 7:15 മുതൽ 12:15 വരെയുള്ള സമയങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയങ്ങളിൽ പവർ കട്ട് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രി പറയുന്നത്. അതുകൊണ്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ്, അതുപോലെ അയൺ ബോക്സ്, അലങ്കാര ദീപങ്ങൾ തുടങ്ങിയവയുടെ ഉപയോഗം ഒന്ന് കുറയ്ക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ AC-യുടെ താപനില 25 ഡിഗ്രി മുകളിൽ ക്രമീകരിക്കാനും KSEB ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി പ്രതിസന്ധി തന്നെ നമുക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 10 രൂപ മുതൽ 12 രൂപയുള്ള വരെയുള്ള പണത്തിന് വേണ്ടി പണത്തിന് KSEB ഇപ്പോൾ കടം വാങ്ങാൻ വേണ്ടി, വൈദ്യുതി വാങ്ങാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തും എന്നുള്ളത് നമ്മുടെ ഉപയോഗത്തിന് ആവശ്യമായ വൈദ്യുതി ലഭിക്കുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വൈകുന്നേരം 7:15 മുതൽ രാത്രി 12:15 വരെയുള്ള സമയങ്ങളിൽ പവർ കട്ട് തുടരും. റോഷിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്ന്. എന്താണെങ്കിലും സർക്കാർ മാറിയപ്പോൾ പവർ കട്ട് നേരെ പവർ കട്ടിലേക്ക് മാറുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു സംസ്ഥാനത്തിന് അത്യാവശ്യം അതിൻ്റെ സുരക്ഷിതമായ വൈദ്യുതി തന്നെയാണ്. ഊർജ്ജ മേഖലയിൽ സമഗ്രമായിട്ടുള്ള വികസനം ഉണ്ടായാൽ മാത്രമേ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അടക്കം വരികയുള്ളൂ സംസ്ഥാനത്തേക്ക് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇതുപോലെ ഇത്ര അനാസ്ഥമായിട്ട് ഈ മേഖല കൈകാര്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തൊന്നും അത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയില്ല എന്നുള്ളതുമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് മുനമ്പത്തേക്ക് പോകാം.